സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഈ ക്ലാസ്സിലും നിങ്ങളുടെ സപ്പോർട്ട് തുടരണം. നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണണം ഫുള്ളായിട്ട്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപയോഗപ്രദമാണെങ്കിൽ അത് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയ ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ദിനങ്ങളാണ്. പ്രധാന ദിനങ്ങൾ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് എല്ലാം നമുക്ക് ജനുവരി തൊട്ട് ഡിസംബർ വരെ 12 മാസം ഉണ്ടല്ലേ. അതിൽ ഏത് ദിനമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് ദിനം വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. അപ്പൊ ആ ഏത് ദിനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലോ. അത് എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ലെവൽ പോലെ ഇരിക്കും. അപ്പൊ നമ്മളെല്ലാം തന്നെ പഠിച്ചിരിക്കുക. ജനുവരി ആണെങ്കിലും ഫെബ്രുവരി ആണെങ്കിലും മാർച്ച് ആണെങ്കിലും ഏപ്രിൽ ആണെങ്കിലും അതിൽ ഏത് ദിനമാണെങ്കിലും നമ്മളത് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ജനുവരിയിലെ പ്രധാന ദിനങ്ങളാണ് നോക്കുന്നത്. ഒരു 10-20 എണ്ണം നോക്കാന്നുള്ള ലെവലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്താണ് ജനുവരി 1. ജനുവരി 1ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആഗോള കുടുംബദിനം. ആഗോള കുടുംബദിനമാണ് ജനുവരി 1. ജനുവരി 1 എന്ത് ദിനമാണ്? ആഗോള കുടുംബദിനം. അടുത്തത് നമ്മൾ നോക്കുകയാണ്. ജനുവരി 1 നിങ്ങൾക്ക് കിട്ടിയല്ലോ, ആഗോള കുടുംബദിനം. അടുത്താണ് ജനുവരി 2 മന്നം ജയന്തി. ജനുവരി 2 എന്താണ്? മന്നം ജയന്തി. ഈ മന്നം ജയന്തി എന്താണ്? മന്നത്ത് പത്മനാഭൻ ഉണ്ടല്ലോ, മന്നത്ത് പത്മനാഭനെ അറിയില്ലേ? ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഈ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് ജനുവരി 2. അന്നൊക്കെ ലീവ് ആണല്ലേ. നിങ്ങൾ ഈ പറയുന്ന കേട്ടില്ലേ, സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലാത്ത ഉദ്യോഗസ്ഥർക്കൊക്കെ ലീവ് എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ. അപ്പോൾ ജനുവരി 2 എന്താണ്? മന്നം ജയന്തിയാണ്, അന്ന് ലീവ് ആണ്. അപ്പൊ അങ്ങനെ ഓർത്തത് ജനുവരി 2 എല്ലാവർക്കും കിട്ടും. ഈ ജനുവരി 1 നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആഗോള എന്താണ്? ആഗോള കുടുംബദിനം. ആഗോള കുടുംബദിനം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആഗോള പറഞ്ഞു പഠിച്ചോ, ആഗോള കുടുംബദിനം. ഓക്കെ. ഇനി ജനുവരി 3. ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇത് ചോദിച്ചാൽ അധികം ആൾക്കാർക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ ഞാനും കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ ഇതിന്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനുവരി 3 ലോക ഹിപ്നോട്ടിസം ദിനമാണ്. ലോക ഹിപ്നോട്ടിസം ദിനം. ഈ സൈക്കാട്രി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഹിപ്നോട്ടിസം. അപ്പൊ അതിന്റെ ദിനമാണ് ലോക ഹിപ്നോട്ടിസം ദിനം, ജനുവരി 3. അപ്പം എന്താണ് ജനുവരി 3ന്റെ പ്രത്യേകത? ലോക ഹിപ്നോട്ടിസം ദിനം. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ജനുവരി 9. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് ഹിസ്റ്ററി ബേസിസിലും ഈ ഒരു ദിനം ജനുവരി 9 എന്ന് പറഞ്ഞ ദിനം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗാന്ധിജി കുറെ കാലം ദക്ഷിണാഫ്രിക്കയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നതിന്റെ ബേസിൽ നമ്മൾ ഇന്ത്യക്കാര് ആചരിക്കുന്ന ഒരു ദിവസമാണ് എന്താണ്? പ്രവാസി ഭാരതീയ ദിവസം. എന്താണ്? ഗാന്ധിജി കുറെ കാലം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അപ്പൊ ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി തിരിച്ചു വരുന്നതിന്റെ ബേസിൽ നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് എന്താണ്? പ്രവാസി ഭാരതീയ ദിവസം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 9. എന്താണ്? ജനുവരി 9. ഓക്കെ. ഇനി അടുത്തത് ജനുവരി 10. ജനുവരി 10ന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന് ലോക ഹിന്ദി ദിനം, അടുത്തത് ലോക ചിരി ദിനം. ഒന്ന് ലോക ഹിന്ദി ദിനം, അടുത്തത് ലോക ചിരി ദിനം. അപ്പൊ അത് രണ്ടും ഓർത്ത് വെച്ചുക. ജനുവരി 10ന് 2 പ്രത്യേകതയുണ്ട്. ലോക ഹിന്ദി ദിനം, ലോക ചിരി ദിനം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രവാസി ഭാരതീയ ദിവസം പറഞ്ഞതുപോലെ തന്നെ ജനുവരി 9 കഴിഞ്ഞ് ഒരു 3 ദിവസം കൂട്ടാം, 12. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും വലിയൊരു നമ്മുടെ ഒക്കെ ഇന്ത്യക്കാരുടെ ഒക്കെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിന്റെ എന്താണ് ജന്മദിനമാണ്. അപ്പം മന്നത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഗാന്ധിജീന്റെ പറഞ്ഞു. ഈ ജനുവരി 12 വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ്. വിവേകാനന്ദന്റെ ബർത്ത്ഡേ ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഏതാണ്? ജനുവരി 12, അതായത് ദേശീയ യുവജന ദിനം. അതൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ജനുവരി 15 ദേശീയ കരസേന ദിനം. അതൊക്കെ കാണാപ്പാടം പഠിച്ചോളാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ ഇത് പലത് തരും. ജനുവരി 15 എന്ത് ദിനമാണ്? അപ്പം ദേശീയ യുവജന ദിനം തരും, ദേശീയ കരസേന ദിനം തരും, അതിന്റെ പല ദിനം തരും. അപ്പൊ നമുക്കറിയണം ദേശീയ എന്താണ് ജനുവരി 15 ദേശീയ കരസേന ദിനമാണെന്ന് നമുക്കറിയണം. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ദേശീയ കരസേന ദിനം എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഓക്കെ. ഇനി അടുത്തത് ജനുവരി 24 ദേശീയ ബാലികാ ദിനം. ഇത് കുറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ജനുവരി 24 ദേശീയ ബാലികാ ദിനം. കുറെ എക്സാംസിന്, ഇഷ്ടംപോലെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനുവരി 24 എന്താന്ന്? ദേശീയ ബാലികാ ദിനം. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ജനുവരി 24 ദേശീയ ബാലികാ ദിനം. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജനുവരി 26. എല്ലാവർക്കും അറിയാം, റിപ്പബ്ലിക് ദിനമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ഇപ്പം 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് കഴിഞ്ഞ. അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിന് മുമ്പ് 75ാമത്തെ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ ഇതിന്റെയൊക്കെ പ്രമേയങ്ങളുണ്ട്. അതും നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2024 ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ഇച്ചിരി കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതും ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഒരു 1-2 മാർക്കിന് ചോദിക്കാനുള്ള സംഭവമാണ്. ഇനി അടുത്തേക്ക് പോവാം. ഇനി ജനുവരി 26 തന്നെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. ലോക കസ്റ്റംസ് ദിനം. ലോക കസ്റ്റംസ് ദിനം എന്താണെന്ന് വെച്ചാൽ ജനുവരി 26 തന്നെ. റിപ്പബ്ലിക് ദിനത്തിന്റെ കൂടെ തന്നെ പഠിച്ചേക്കാം. ലോക കസ്റ്റംസ് ദിനം എന്താണെന്ന് വെച്ചാൽ ജനുവരി 26 തന്നെയാണ്. അപ്പൊ അത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ജനുവരി 28 ലോക കുഷ്ഠരോഗ ദിനം. എന്താണ്?
ജനുവരി 28ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോക കുഷ്ഠരോഗ ദിനമാണ് ജനുവരി 28. ഓക്കെ, ലോക കുഷ്ഠരോഗ ദിനമാണ് ജനുവരി 28. ഓക്കെ, ഇനി അവസാനത്ത് നമ്മുടെ ഈ സെറ്റിലെ അവസാനത്തെയാണ് ജനുവരി 30. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് അവസാനത്തെയാണ് ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്, അതായത് മാർട്ടിയേഴ്സ് ഡേ, രക്തസാക്ഷി ദിനം. ഈ രക്തസാക്ഷി ദിനത്തിന് നമുക്കൊരു ഹിസ്റ്ററി പറയാനുണ്ട്. അതായത് ഗാന്ധിജിനെ ഗാന്ധിജിനെ വധിക്കാൻ വേണ്ടി കുറെ വധശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിനെ വധിച്ച ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ? അറിയില്ലേ? അത് നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിനെ വധിച്ചത്. അപ്പൊ ഈ ഗാന്ധിജിനെ വധശ്രമം നടന്നു, ഗാന്ധിജിനെ വധിച്ച ദിവസമാണ്, വധശ്രമമല്ല, ഗാന്ധിജിനെ വധിച്ചു, ആ ഡേറ്റ് ആണ് ജനുവരി 30. അത് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതാണ് ജനുവരി 30. ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ജനുവരി 1 നോക്കണം, ആഗോള കുടുംബ ദിനം. പിന്നെ നമ്മൾ ജനുവരി 9 നോക്കണം, പ്രവാസി ഭാരതീയ ദിവസം. അതൊന്നും മറന്നു പോകരുത്, നമ്മൾ ഈ വീഡിയോ കണ്ടവരാരും തെറ്റിക്കാനും പാടില്ല. പിന്നെ ജനുവരി 12 ദേശീയ യുവജന ദിനം, വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ജനുവരി 24 ദേശീയ ബാലികാ ദിനം, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഇത് ജനുവരി 30 രക്തസാക്ഷി ദിനം. അപ്പൊ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് പ്രമേയങ്ങളും ചെയ്യാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ ആയിട്ട് ബാക്കി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരാം അടുത്തടുത്ത നെക്സ്റ്റ് വീഡിയോസിൽ. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.